നമസ്കാരം. 10ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി 1ാം യൂണിറ്റ് അരങ്ങും പൊരുളും എന്നതിലെ 3ാമത്തെ പാഠഭാഗം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നുള്ള നാടകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മലയാള നാടകത്തെ നമ്മുടെ തനത് പാരമ്പര്യത്തിലേക്കും നൂതനമായ പ്രവണതകളിലേക്കും നയിക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ളയാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്നുള്ള നാടകം രചിച്ചിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ചാണ് ഈ നാടകം പറയുന്നത്. നാടകത്തിൻ്റെ ആശയം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പക്ഷിശാസ്ത്രകാരൻ, കുറേ കിളികൾ, പാടത്തിനുടമ എന്നിവരാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ. വഴിവക്കിലെ ഒരരയാൽ ചുവട്ടിലാണ് നാടകം അരങ്ങേറുന്നത്. അന്ധനായ പക്ഷിശാസ്ത്രകാരൻ പ്രവേശിക്കുമ്പോൾ കിളികൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. എല്ലാവരും ദുഃഖിതരാണ്. അവരുടെ ദുഃഖത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുവൻ തെറ്റിപ്പിരിഞ്ഞു പോയിരിക്കുന്നു. അവൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. രണ്ടാമത്തെ കാരണം അസഹ്യമായ വിശപ്പാണ്. കുന്നിൻ പുറത്ത് വിളഞ്ഞു കിടക്കുന്ന കതിര് കൊത്തി തിന്ന് വിശപ്പടക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് പറയുന്നു. അത് കേട്ട് കിളികൾ പോകുന്നു. ഈ സമയത്ത് കിളികൾ കതിർ കൊത്തി തിന്നുന്ന പാടത്തിൻ്റെ ഉടമ വരുന്നു. പക്ഷിശാസ്ത്രക്കാരനാണ് തൻ്റെ കൃഷിയിടം നശിപ്പിക്കാൻ കിളികളെ പ്രേരിപ്പിച്ചതെന്ന കുറ്റത്തിന് പാടത്തിനുടമ പക്ഷിശാസ്ത്രക്കാരനെ അമ്പെയ്തു വീഴ്ത്തുന്നു. കിളികൾ മടങ്ങി വരുമ്പോൾ തങ്ങളുടെ രക്ഷകന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ദുഃഖിക്കുന്നു. ഈ സമയത്ത് പാടത്തിനുടമ പശ്ചാത്താപത്തോടെ മടങ്ങി വന്ന് കൂട്ടം തെറ്റിപ്പോയ കിളിയാണ് തൻ്റെ പാടത്തിനുടമയായി മാറിയത് എന്ന് നാടക അവസാനം നമുക്ക് മനസ്സിലാകുന്നു. ചിറകുകൾ അറുത്തെറിഞ്ഞു പോയ അവന് ഇപ്പോൾ ചിറകുകൾ തിരിച്ചു കിട്ടുവാൻ അതിയായ മോഹമുണ്ട്. കൂട്ടുകാരായ പക്ഷികൾ അവൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നുണ്ട്. അവന് ചിറകുകൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള ചിന്തയിലാണ് ഈ നാടകം അവസാനിക്കുന്നത്. ഭൂമിയും അതിലെ വിഭവങ്ങളും ആർക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഗൗരവപരമായ ചോദ്യത്തിനുള്ള ഉത്തരം തേടലാണ് ഈ നാടകം. നന്മയും തിന്മയും തമ്മിൽ നടക്കുന്ന സംഘർഷം, ലോകചരിത്രത്തിൽ ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം, അതാണ് ഈ നാടകത്തിലെ സംഘർഷാത്മകത നിർണ്ണയിക്കുന്നത്. നാടക ആരംഭത്തിലെ രംഗസൂചന ഇതിൻ്റെ സൂചകമാണ്. വലിയ കറുത്തത് ചെറിയ വെളുത്തതിനെ കൊത്തിക്കീറുന്നത് പോലുള്ള മേഘപാളികൾ അകലെ കാണാം എന്ന രംഗസൂചനയോടുകൂടിയാണ് ഈ നാടകം ആരംഭിക്കുന്നത്. ഈ രംഗസൂചന നാടകത്തിൻ്റെ ആശയതലത്തെ ആകെ ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ്. തിന്മയുടെ ഭീമാകാരവും നന്മയുടെ ദുർബലതയും അതിലുണ്ട്. അതേസമയം തന്നെ നന്മ പൂർണ്ണമായും അസ്തമിച്ചു എന്ന നിരാശയ്ക്കും ഇടയില്ല. പശ്ചാത്തലത്തിലെ വെട്ടിത്തെളിക്കപ്പെട്ട വനവും മിക്കവാറും കൊമ്പുകൾ കെട്ടി വീഴ്ത്തപ്പെട്ട അരയാൽ വൃക്ഷവും ഈ ആശയത്തോട് ചേർന്നു നിൽക്കുന്നു. അവിടെ നിന്ന് അതിനെ വികസിപ്പിച്ച് പരിസ്ഥിതി ദർശനത്തിലേക്ക് നാടകത്തിൻ്റെ ആശയതലം വികസിപ്പിക്കുവാനും ഡോക്ടർ വയലാർ വാസുദേവന് കഴിഞ്ഞുവെന്നുള്ളത് ശ്രദ്ധേയമാണ്. മരക്കൊമ്പിലെ വെളുത്ത പക്ഷികൾ നന്മയുടെ അവശേഷിപ്പുകളാണ്. അവർ നിഷ്കളങ്കരായ ജനതയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷിശാസ്ത്രക്കാരൻ അവർക്ക് ഗുരുവാണ്. അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠമാണ് പക്ഷിശാസ്ത്രക്കാരനെ ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തുന്നത്. ലോകത്ത് തിന്മകൾ പെരുകുന്തോറും ഗുരുവിൻ്റെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. തിന്മയുടെ കൂരിരുൾ പരന്ന ലോകത്ത് അയാൾ അന്ധനാണ്. അന്ധത ഏറിവരും തോറും അകത്ത് പ്രകാശം എന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ ചിന്താത്മകമാണ്. പലതരം ഇരുട്ടുകൾ നമ്മെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവിടെ പക്ഷിശാസ്ത്രക്കാരൻ പറഞ്ഞു വയ്ക്കുന്നു. ഈ നാടകത്തിലെ പാടത്തിനുടമ എന്ന കഥാപാത്രം തിന്മയുടെ പ്രതീകമാണ്. വെളുത്ത പക്ഷികളിൽ ഒരുവനായിരുന്നു അവൻ. എന്നാൽ പിന്നീട് അവൻ കൂട്ടം തെറ്റിപ്പോയി. അവൻ തൻ്റെ ചിറകുകൾ അറുത്തുകളഞ്ഞു. അവൻ അങ്ങനെ പാടത്തിനുടമയായി തീർന്നു. പക്ഷികളുടെ ചിറകുകൾക്ക് സവിശേഷമായൊരർത്ഥം അങ്ങനെ നാടകത്തിൽ വന്നു ചേരുന്നു. ചിറകുകൾ പ്രാഥമിക അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിന് അർത്ഥവ്യാപ്തി കൂടുന്നു. ആ ചിറകുകൾ അറിവിൻ്റെ ചിറകുകൾ കൂടിയാണ്. അതൊരു സംസ്കാരത്തെ മുഴുവനുമായി പ്രതിനിധാനം ചെയ്യുന്നു. പ്രകൃതി സ്നേഹവും സഹജീവി സ്നേഹവും ഉൾപ്പെടെ മാനവികതയുടെ മുഴുവൻ പ്രതിനിധാനമായി ചിറകുകൾ മാറുന്നിടത്താണ് ഈ നാടകത്തിൻ്റെ ധ്വനിപാഠം കുടികൊള്ളുന്നത്. പുസ്തകത്തിലെ ഒരു വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. കാറ്റിനോട് ഞങ്ങൾ സംസാരിച്ചു, കാറ്റിനെ കെട്ടിപ്പുണർന്നു. തിളങ്ങുന്ന ധ്രുവ നക്ഷത്രത്തെ തഴുകി വന്ന കൊടുങ്കാറ്റ്. ഞാനതിൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് കുതിച്ചു. തടവറകളുടെ ഭിത്തികൾ തകർന്നു. ഞാൻ പറന്നുയർന്നു. പക്ഷിശാസ്ത്രകാരൻ്റെ ഈ വാക്കുകൾ ചരിത്രം മാറുന്നതിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ വച്ചു നീട്ടി വീണ്ടും അദ്ദേഹത്തെ തടവറയിലെത്തിക്കുവാൻ ഉടമ ശ്രമിക്കുന്നത്. അധികാരശക്തിയുടെ പുതിയ തന്ത്രമാണിത്. അതിനും വഴങ്ങാതെ വരുമ്പോൾ അയാൾ ആയുധം പ്രയോഗിക്കുന്നു. പക്ഷിശാസ്ത്രകാരൻ്റെ മരണം ചരിത്രത്തിൽ ആവർത്തിക്കുന്ന ഒരു രക്തസാക്ഷിത്വമായി ഈ നാടകത്തിൽ കാണുന്നു. നാടകത്തിൻ്റെ അവസാനത്തിലെ പൂക്കളും പക്ഷി തൂവലുകളും ചുവക്കുന്നത് ചിത്രീകരിച്ചുകൊണ്ടാണ് നാം എത്തിച്ചേർന്നിരിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ ചിത്രം നാടകകൃത്ത് കാട്ടിത്തരുന്നത്. ഗുരുവിനെ
കുരുതി കൊടുക്കുന്ന ശിഷ്യൻ എന്ന പരമ്പരാഗത മിത്തിലൂടെ തന്നെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന പക്ഷിക്കുഞ്ഞിലൂടെ ദുരന്തങ്ങളെ സ്വയം വഹിക്കുന്ന പുതുതലമുറയെ കഥാകൃത്ത് കാട്ടിത്തരുന്നു. മാനവികത നഷ്ടമാകുന്ന നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെപ്പോലെ മുറിവേറ്റ് കിടക്കുന്ന പ്രകൃതിയെയും നമുക്ക് കാണാം. ആ അർത്ഥത്തിൽ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം മഹത്തായൊരു പരിസ്ഥിതി ദർശനം കൂടി മുന്നോട്ട് വയ്ക്കുന്ന നാടകമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരുപാട് അർത്ഥതലങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന മനോഹരമായൊരു നാടകമാണിത്. നാടകത്തിൻ്റെ ആശയതലം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.